ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഷിനൂസ് കിച്ചണിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഹെൽത്തി സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റാഗി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും. അതായത് റാഗി നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ദോശ ഉണ്ടാക്കും, പക്ഷേ ഇത് അതുപോലെയല്ല. നമ്മുടെ അരിദോശയുടെ സാധാരണ നമ്മുടെ അരി ഉഴുന്നും അരച്ച ദോശയുടെ അതേ ടേസ്റ്റാണ്. കളറ് മാത്രമേ ഡിഫറെൻ്റ് ഉണ്ടാവുള്ളൂ, എന്നാൽ പോഷക മൂല്യങ്ങൾ ഒത്തിരിയാണ്. അപ്പോൾ റാഗി മില്ലറ്റിന് നമുക്കറിയാം വളരെയധികം പോഷകമൂല്യമുള്ള ഒന്നാണ് റാഗി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റാഗി ഹോൾ റാഗി ആയിട്ടാണ്. അത് കുതിർത്ത് അരക്കുകയാണ് ചെയ്യുന്നത്. റാഗിക്ക് ഒരുപാട് ഗുണങ്ങളാണുള്ളത്. റാഗി എന്ന് പറയുന്നത് അറിയാലോ, പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ നമ്മളുടെ ഫിംഗർ മില്ലറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് വളരെ ഇൻഎക്സ്പെൻസീവായ, അതായത് വളരെ എക്സ്പെൻസ് കുറഞ്ഞ ഒരു മില്ലറ്റാണ്, നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ധാന്യമാണ്. റാഗി എന്ന് പറയുന്നത് ഒരു ലോ ഗ്ലൈസെമിക് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. PCOD ഉള്ളവർക്ക്, തൈറോയിഡ് ഉള്ളവർക്ക്, അതുപോലെ വെയിറ്റ് ലോസിന് നോക്കുന്നവർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായ ഒരു സംഭവമാണ് റാഗി. ഡയബറ്റിക്സ് കുറയ്ക്കാൻ, അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ റാഗിക്ക് ഒരു കഴിവുണ്ട്, റിലാക്സിങ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, സ്ട്രെസ്സ് ഫ്രീ ആക്കി നമ്മളെ മാറ്റാനായിട്ട് റാഗി സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ധാന്യമാണ്. അപ്പോൾ നിങ്ങൾ ഒരു വെയിറ്റ് ലോസിന് നോക്കുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഒരു വേറെ അസുഖങ്ങളൊന്നും ഉള്ളവരല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇടയ്ക്ക് നിങ്ങളുടെ ജീവിതശൈലിയിൽ റാഗി ഉപയോഗിക്കാം. അങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരും ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ നിങ്ങളോട് കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഇതിൻ്റെ പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ എപ്പോഴും പൊടിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിങ്ങനെ ഹോൾ ഗ്രെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതാ ഇങ്ങനത്തെ ചെറിയ ചെറിയ മണികളായിട്ടുള്ള റാഗി പാക്കറ്റ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്ലാസ് റാഗിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് റാഗിയിലേക്ക് 1/4 ഗ്ലാസ് ഉഴുന്ന്. ഓക്കെ, ഒരു ഗ്ലാസ് റാഗി എടുത്തു, അതിൽ തന്നെ ആ ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ഉഴുന്നെടുത്തു. രണ്ടും ഒരുമിച്ചാണ് ഇടുന്നത്. ഇനി ഒരു 2 മണി ഉലുവ ഇതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായി കഴുകണം. കാരണം റാഗിയിലൊക്കെ ഒരുപാട് അതിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായി ഇത് കഴുകി അലമ്പി ഒരു 3-4 തവണ വെള്ളം ക്ലിയർ ആവുന്നത് വരെ നമ്മൾ ഇത് കഴുകിയെടുക്കണം. കണ്ടോ, മുകളിൽ വന്ന് നിൽക്കുന്ന റാഗിയുടെ കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ നമുക്ക് എടുത്ത് ക്ലീനാക്കി കഴുകി വെച്ചിരിക്കുന്ന റാഗിയും ഉഴുന്നും ഉലുവയും കൂടിയിട്ട് നെകയ്ക്ക് വെള്ളം ഒഴിച്ച് കുതിരാനിടാണ്. ഒരു 3-4 മണിക്കൂർ അങ്ങനെ കുതിരട്ടെ. അങ്ങനെ കുതിർന്ന നമ്മുടെ റാഗിയാണിത്. റാഗിയും ഉഴുന്നൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. റാഗി നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നില്ല, അതുപോലെ തന്നെ ഏകദേശം തോന്നുള്ളൂ. പക്ഷെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ടാവും, നമുക്ക് അരച്ചെടുക്കാവുന്ന ഒരു പരുവത്തിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് മിക്സിയിലോട്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് 1 ടീസ്പൂൺ അവൽ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ അവലുണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. 1 ടീസ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. അധികം വെള്ളം വേണ്ട, കുറച്ച് അരയാനുള്ള വെള്ളം മാത്രം മതി. എന്നാൽ ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത കൺസിസ്റ്റൻസിയിൽ നമ്മൾ അരച്ചെടുത്തു. അതൊരു പാത്രത്തിലേക്ക്, ഏറ്റവും നല്ലത് സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് തന്നെയാണ്, പ്ലാസ്റ്റിക്കിലൊന്നും ഒഴിച്ച് വയ്ക്കരുത്. നമ്മൾ അരിമാവൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്ന പോലെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് ഇളക്കി ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പോൾ ആദ്യം 1 സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചെയ്യാനുള്ള മാവാണെങ്കിലും, ദോശമാവ് അരിമാവാണെങ്കിലും, അതുപോലെ ഇപ്പോൾ റാഗിയുടെ നമ്മുടെ ദോശമാവാണെങ്കിലും ഒക്കെ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി കൈകൊണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കാരണം എന്നാൽ മാത്രമാണ് നമുക്കത് ഫെർമെൻറ്റേഷൻ കറക്റ്റായിട്ട് നടക്കുള്ളൂ. നമ്മൾ രാത്രി മുഴുവൻ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന മാവാണ്. ഞാനൊരു ഏകദേശം ഒരു 6 മണിയോട് കൂടിയാണ് അരച്ച് വെച്ചത്. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാനിപ്പോൾ രാവിലെ ഒരു 6 മണി, അതായത് 12 മണിക്കൂർ എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതാ, ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര സമയം എടുക്കുന്നത്. കറക്റ്റായി ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. നല്ല ബാറ്ററാണ്. ഇതിൽ ഞാൻ ഒരു തുള്ളി പോലും വെള്ളവും ചേർക്കുന്നില്ല. കാരണം ഇത് കറക്റ്റാണ് നമ്മുടെ ഇഡ്ഡലിക്കും അതേപോലെ തന്നെ ദോശയ്ക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഒരു ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിനകത്തേക്ക് ഇഡ്ഡലി തട്ട് എടുക്കാം. ഇഡ്ഡലി തട്ടിനകത്ത് കുറച്ച് എണ്ണമയം പുരട്ടി കൊടുക്കുക. എണ്ണ പുരട്ടിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഓരോ കയ്യിൽ വീതം സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇഡ്ഡലി മാവ് കോരി ഒഴിച്ച് നമുക്കത് ഒരു 10 മിനിറ്റ് ഇഡ്ഡലി വേവിച്ചെടുക്കാം. ഇഡ്ഡലി വേവുന്ന അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് അപ്പുറത്ത് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് രണ്ടും കാണിക്കുന്നതേ ഉള്ളൂ. കാരണം ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാം, പിന്നെ വൈകിട്ട് വേണമെങ്കിൽ ഡിന്നറിന് ആയിട്ട് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഈ മാവ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്.
അവിടെ ഇരുന്ന് വേവട്ടെ. ആ ടൈമിൽ നമുക്ക് ദോശ ഉണ്ടാക്കാൻ വയ്ക്കാം. നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന കുറച്ച് എണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ഇനി നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല. അപ്പം നല്ലെണ്ണയാണ് ഞാൻ പുരട്ടി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ദോശ മാവ് ഒഴിച്ചിട്ട് നന്നായി ദോശ പോലെ പരത്തിയെടുക്കാം. ചെറുപയർ ദോശയ്ക്ക് പറഞ്ഞ പോലെ തന്നെയാണ് റാഗിക്കും കനം കുറച്ച് പരത്തി ക്രിസ്പി ദോശയായിട്ട് കിട്ടും നമുക്ക്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നന്നായി ഒന്ന് പരത്തി കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് എണ്ണ വേണമെങ്കിൽ തളിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആ നേരം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി ഇവിടെ 10 മിനിറ്റായി. ഇഡ്ഡലി വെന്തിട്ടുണ്ട്, കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി എടുത്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇഡ്ഡലി അവിടെ നിന്ന് തണുക്കട്ടെ. ആ നേരം കൊണ്ട് നമ്മുടെ ദോശ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. കണ്ടോ, ദോശ നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാം. ദോശയാണ് ഇഷ്ടമെങ്കിൽ ദോശ കഴിക്കാം. ഇത് കണ്ടോ, നന്നായി ക്രിസ്പായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് എക്സാക്ട്ലി നമ്മുടെ നല്ല മുരിഞ്ഞ അരിദോശയൊക്കെ ഉണ്ടാവില്ലേ, ആ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കും, അവർ കഴിച്ചാൽ അവരുടെ ഹെൽത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത ദോശ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാവ് ബാക്കിയുള്ളത് എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ആവശ്യമുള്ളതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഒരാഴ്ചക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ, 10 മിനിറ്റ് ആണെങ്കിൽ ഇഡ്ഡലിയും റെഡിയാവും. ഞാനിതാ ഇവിടെ നമ്മുടെ പ്ലേറ്റിൽ ഒരു 3 ഇഡ്ഡലിയും അതുപോലെ 2 ദോശ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ കഴിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. ഇനി ഞാനിതിൻ്റെ കൂടെ കഴിക്കും. നിങ്ങൾക്ക് സാമ്പാർ കൂട്ടി കഴിക്കാം, ചട്നി കൂട്ടി കഴിക്കാം. നിങ്ങളുടെ ഏതാണ് ഫേവറേറ്റ് അത് കൂട്ടി കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വാഴക്കൂമ്പിൻ്റെ തോരനാണ്, പിന്നെ കുറച്ച് ഉള്ളിച്ചമ്മന്തിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ടേസ്റ്റിയും ഹെൽത്തിയായ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം കേട്ടോ. താങ്ക്